വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു ഐക്യം എന്ന ഒരു നീക്കവുമായി വന്നപ്പോൾ ആദ്യം പിന്തുണ നൽകി അതിന് അനുകൂലമായി പ്രതികരിച്ചു. പക്ഷെ 8-ാം നാൾ വെള്ളാപ്പള്ളി നടേശനെതിരെ, അതോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ, ഈ ഹിന്ദു ഐക്യത്തിനെതിരെ സുകുമാരൻ നായർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ സുകുമാരൻ നായരുടെ ലക്ഷ്യം എന്താണ്? സ്വന്തം കുടുംബത്തിന്റെ വളർച്ചയാണോ, NSSന്റെ വളർച്ചയാണോ, ഹിന്ദുക്കളുടെ വളർച്ചയാണോ? ഇദ്ദേഹം ഇതിൽ ഏതിനാണ് പ്രാധാന്യം നൽകുന്നത്? അതിൽ സ്വാഭാവികമായിട്ടും ആദ്യം പറഞ്ഞാണ് കാര്യം, സ്വന്തം കുടുംബം. ഞാനും എൻ്റെ കുടുംബവും കഴിഞ്ഞിട്ട് മറ്റെന്തുള്ളൂ എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവൃത്തിയും ചെയ്യുന്ന ഒരാളാണ് സുകുമാരൻ നായർ. ഇത്രയും കാലത്തിൻ്റെ പ്രവൃത്തി നോക്കിയാൽ മനസ്സിലാവും. പിന്നെ 2, സമുദായത്തിന് വേണ്ടി എന്ത് സേവയാണ് ഇദ്ദേഹം ചെയ്തതെന്നുള്ളത് സമുദായത്തിൽപ്പെട്ടവർ തന്നെ ഇതിനോടകം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. കാരണം പല യൂണിയനുകളിലും ഇദ്ദേഹത്തിനെതിരെയുള്ള പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രമേയം പാസ്സാക്കിയ യൂണിയൻ സെക്രട്ടറിമാരെയൊക്കെ പുറത്താക്കി നേരിട്ടുള്ള ഭരണത്തിലേക്ക് ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകാധിപത്യ മനോഭാവത്തിന് കഴിഞ്ഞ കുറേ കാലമായിട്ട് NSS നിയന്ത്രിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് സുകുമാരൻ നായർ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, കേരളത്തിലെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ മതന്യൂനപക്ഷങ്ങൾ അനർഹമായ പലതും സർക്കാരിൽ നിന്ന് നേടിക്കൊണ്ട് പോകുന്നു. അതിൻ്റെ ഗുണഫലം അവർക്ക് കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികൾ, അതായത് ഈ ഹിന്ദു ഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് അദ്ദേഹം ഇപ്പോഴല്ല പലതവണ വിളിച്ച് പറയുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുകുമാരൻ നായർ ഒരു പച്ചക്കൊടി കാണിക്കുന്നത്, നായർ ഈഴവ ഐക്യം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ ഹിന്ദു ഐക്യം എന്ന് ഒരിക്കലും പറയുന്നില്ല, അദ്ദേഹം നായർ ഈഴവ ഐക്യം എന്നാണ് പറയുന്നത്. കാരണം ഹിന്ദു ഐക്യം അദ്ദേഹത്തിൻ്റെ വലിയ അലർജിയാണ്. അത് ഒരിക്കലും പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ വേറെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കാം. ഈ സുകുമാരൻ നായർ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ചെണ്ടയായി മാറുന്നു എന്ന വിമർശനത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് 100% ശരിയാണല്ലോ. ചെണ്ട മാത്രമല്ല, കോൺഗ്രസ് എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കുന്നവരാണ് സുകുമാരൻ നായർ. സുകുമാരൻ നായർ എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് അംഗീകരിക്കുന്നവരാണ്. കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളുടെ മുസ്ലിം ലീഗിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സമുദായത ആരും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാണക്കാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് സുകുമാരൻ നായരാണ്. അത് എത്രയോ കാലമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഐക്യനിർദ്ദേശം മുന്നോട്ട് വെച്ച് ഉടൻ തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളും എല്ലാവരും അത് ഏറ്റുപാടി അത് കൊള്ളാം, ഒരുമിച്ച് ചേരണം, നല്ലത് തന്നെയാണെന്ന് പറഞ്ഞു. അതിൽ ബുദ്ധിമുട്ട് പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസ് ഓപ്പണായിട്ട് പറഞ്ഞില്ല, പക്ഷേ അവർക്ക് അതിൽ വലിയ അങ്കലാപ്പ് തോന്നി. കാരണം സ്വാഭാവികമായ പിണറായി വിരോധം UDF അധികാരത്തിൽ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് UDF, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിലെ നേതാക്കളെന്ന് പറയും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇവർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ നേട്ടം ഉണ്ടാവുക CPMനും BJPക്കുമാണ് എന്ന ഒരു ഭീതി കോൺഗ്രസിനുണ്ടായി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കാതിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർ ചില കളികൾ കളിച്ചു. അതിനവർ ഉപയോഗിച്ചത് മുസ്ലിം ലീഗിനെയാണ്. എനിക്ക് നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി നേരിട്ട് സുകുമാരൻ നായരുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു നീക്കം. അതിനെ വിശ്വസിക്കാൻ പറ്റിയ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, സുകുമാരൻ നായർ പറഞ്ഞ എന്താണ്, തുഷാർ വെള്ളാപ്പള്ളി അയക്കാം ചർച്ചയ്ക്ക് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ ഞാൻ തുഷാർ വെള്ളാപ്പള്ളി എൻ്റെ മകനായിട്ടോ അല്ലെങ്കിൽ സഹോദരനായിട്ടോ കണ്ട് സ്വീകരിച്ച് നമ്മൾ ചർച്ച ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൊട്ടടുത്ത ദിവസമാണ്, അത് കഴിഞ്ഞ് 2-ാം ദിവസമാണ് ഇദ്ദേഹം തുഷാറിനെ വിളിച്ച് പറയുന്നത് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ ചില പ്രയോഗങ്ങളുണ്ട്. ഇങ്ങനെ ഈ വാക്ക് മാറുന്നതിന് വേറെ ചില പേരുകളാണുള്ളത്. അത് നമുക്ക് പൊതുവെ പറയാൻ കഴിയാത്തത് കൊണ്ട് അത് പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് വരുന്നു. വരേണ്ടതില്ല എന്ന് പറയും. അപ്പോൾ അതിന് പറയുന്ന കാരണം എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. കാരണം തുഷാർ വെള്ളാപ്പള്ളി BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതായത് കുറുക്ക് വഴിയിൽ കൂടി BJP പെരുന്നയിൽ കയറാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗമാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ച സുകുമാരൻ നായർ. ഇപ്പം BDJS വഴി പെരുന്നയിൽ കയറാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും BJPക്കില്ല. BJP നേരിട്ട് പോയി സംസാരിക്കുക. ഏത് രാഷ്ട്രീയ പ്രശ്നം ഉണ്ടെങ്കിലും അയാൾ കയറ്റുകയാണെങ്കിൽ പോയി നേരിട്ട് പോയി സംസാരിക്കാന്നുള്ളേ ഉള്ളൂ. പക്ഷേ BJPയുമായി സുകുമാരൻ നായരുടെ വിചാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അയാളാണ് അല്ലെ? ആ ഒരു ചിന്താഗതിയാണ്. അല്ല, അതിനേക്കാളും വലിയ ആളാണെന്നുള്ള ചിന്ത പൊതുവെ കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇടത് വലത് കക്ഷികളാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാത്തപ്പോഴും ഈ സമുദായ നേതാക്കന്മാരെ തിണ്ണതിറങ്ങാൻ പോവുകയും അവർക്ക് വേണ്ടി എന്ത് ചെയ്യുകയോ ഓച്ചാരം ചെയ്യുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, ഇവരാണ് ഈ സമുദായ നേതാക്കളെയും പള്ളിയിലച്ചന്മാരെയും വലിയ ആളുകളാക്കി മാറ്റിയത്.
ഇവരെല്ലാം കൂടെ കൂടിയിരുന്ന് ആൾ പാർട്ടി മീറ്റിങ്ങെല്ലാം കൂടിയിരുന്ന് അവർ തീരുമാനം എടുത്താൽ മതി, ഇനി നമ്മൾ സമുദായ നേതാക്കളെ തിണ്ണയിറങ്ങാൻ പോകുന്നില്ല, ഇവനെല്ലാം തിരിച്ചു വരും, ഇങ്ങോട്ട് വരും. പക്ഷെ അതിനുള്ള നട്ടല് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവണം. കേരളത്തിലല്ലാതെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ഇമാതിരി സമുദായ നേതാക്കളെ തിണ്ണയിറങ്ങുന്ന നമുക്ക് കാണാൻ കഴിയില്ല. അവർ രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞ ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ കാര്യം തിരിച്ചാണ്. ഇവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നുള്ള ഇവർക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള അല്പന്മാർ ഇത് വലിയ സംഭവമാണെന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു വേറൊരു വിഷയം കൂടിയുള്ളത്, ഒരു കാരണവശാലും CPM വീണ്ടും അധികാരത്തിൽ വരരുത് എന്ന് സുകുമാരൻ നായർ ആഗ്രഹിക്കും. സുകുമാരൻ നായർ ആഗ്രഹിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് UDF വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളേറെ സ്വതന്ത്രമായിട്ട് ഇടപെടാൻ കഴിയും. നിലവിൽ സുകുമാരൻ നായർക്ക് ഭരണത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹം മറ്റു ചില സഹായങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിനുള്ള കേസ് ഹൈക്കോടതിയിൽ 60-ലേറെ തവണ മാറ്റിവെച്ചു കഴിഞ്ഞു. അല്ല, ഇന്നലെ അദ്ദേഹം LDF-ന് അനുകൂലമായാണ് പ്രതികരിച്ചത്. അയ്യപ്പ സംഗമത്തെ പുകഴ്ത്തുന്നു. അയ്യപ്പ സംഗമത്തിന് ശേഷം CPM-നെ കുറിച്ച് അദ്ദേഹം പറയുകയാണല്ലോ. അല്ല, അത് ഈ CPM സർക്കാർ ഉള്ളിടത്തോളം കാലം അദ്ദേഹം പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നിരവധി കേസുകൾ അദ്ദേഹവും കുടുംബവും നേരിടുന്നുണ്ട്. നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടും. ഇവിടുത്തെ കമ്പനി രജിസ്ട്രാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ ഇയാൾ ഈ സീറ്റിൽ നിന്ന് പുറത്താണ്. അത് അദ്ദേഹത്തിന് അറിയാം. 2 ഹൈക്കോടതിയിൽ കേസുകൾ എടുക്കുന്നുണ്ട്. മണൽ കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ഉണ്ട്. പിന്നെ മകൾക്ക് പ്രിൻസിപ്പലായിട്ട് പ്രൊമോഷൻ കൊടുത്ത് യോഗ്യത പ്രൊമോഷൻ കൊടുത്തതിൻ്റെ കേസുകളുണ്ട്. ഇങ്ങനെ നിരവധിയായ പരാതികൾ. ഈ പരാതി കൊടുത്താരാ? നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ കൊടുത്താരാണ്. പല യൂണിയനും കൊടുത്ത പരാതികളാണ്. ഇതൊക്കെ പിണറായി വിജയൻ എടുത്ത് പ്രയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സുകുമാരൻ നായർ അകത്തായിപ്പോയി. അപ്പോൾ ആ ഭീതി അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്താണ്, തൽക്കാലം ഇവരോടൊപ്പം ചേർന്ന് നിന്നേ മതിയാവൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹവും ലീഗുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത്. ആ ബന്ധത്തെ തകർക്കാൻ സുകുമാരൻ നായർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ കോൺഗ്രസിൻ്റെ മൗനവും ഇതിനെക്കുറിച്ച് ഈ ഐക്യത്തെക്കുറിച്ച് പ്രതികരിക്കാതെ മൗനമായിരുന്ന കോൺഗ്രസിൻ്റെ നിലപാടിനെയും ഇതും കൂടെ ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ നിലപാട് കൂട്ടി വായിക്കുമ്പോൾ അട്ടിമറി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഇന്നലെ സുകുമാരൻ നായർ പറഞ്ഞത് ബാഹ്യശക്തി ഇടപെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആരും എന്തെല്ലാം പറഞ്ഞാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വെള്ളാപ്പള്ളി അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയാണെന്ന്. ആദ്യം പറയുന്നു മകനായി സ്വീകരിക്കുമെന്ന്, പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ നേതാവായി മാറുകയാണ് മണിക്കൂറുകൾക്കകം. പക്ഷെ ഇതിൽ കൃത്യമായി തന്നെ ഒരു പക്വമായ പ്രതികരണം നടത്താൻ ഈ വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞിട്ടുണ്ട്. കാര്യം ഇന്നലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എങ്ങനെയാണ്, ഒരു തമ്മിലടിക്കുന്ന രീതിയിൽ ആണ്. തീർച്ചയായിട്ടും. അപ്പൊ സുകുമാരൻ നായരുടെ പാകത വെള്ളാപ്പള്ളിക്കുണ്ട് എന്ന് വെളിവാക്കണ ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഐക്യം ഉണ്ടായിക്കോളും. സുകുമാരൻ നായർ അതൊരു കുത്താണോ എന്നറിയില്ല. അദ്ദേഹം നിസ്വാർത്ഥനാണ്, നല്ലവനാണ് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കുത്താണോ എന്ന് കോമയാണോ നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഈ മനുഷ്യൻ പറഞ്ഞതിനേക്കാളെ കുറച്ച് മാന്യമായിട്ട് അതിലും പ്രതികരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഒരു വക നൽകിയില്ല. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തിരിച്ചറിവുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു നായർ ഈഴവ ഐക്യത്തിന് വേണ്ടിയുള്ള ഈഴവരുടെ ഭാഗത്തുള്ള ശ്രമത്തിന് ഒരിക്കലും സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി കൈ കൊടുക്കില്ല എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. നാരായണപ്പണിക്കർ NS-ന്റെ സെക്രട്ടറി ആയിരുന്ന സമയം മുതൽ നടക്കുന്ന ഒരു ശ്രമമാണ്. അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ നായരാണ് അന്ന് ആ നീക്കത്തെ അട്ടിമറിച്ചത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഈ അനുനയ നീക്കം അല്ലെങ്കിൽ ഐക്യപ്പെടാനുള്ള ശ്രമങ്ങൾ വരികയും അതിനെ നായർ സമയത്തിൻ്റെ ഭാഗത്ത് തന്നെ അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിചിത്രമായൊരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നത്. ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ, ഇദ്ദേഹം ബാഹ്യ ഇടപെടൽ, രാഷ്ട്രീയ ഇടപെടലുണ്ട്. ആ ഇടപെടൽ മുസ്ലിം ലീഗിൻ്റെ ഇടപെടലാണ്. കാര്യം എല്ലാ കാലത്തും ലീഗ് എന്ന് പറയുന്നത് NSS-ന് വളരെ വേണ്ടപ്പെട്ട ഒരു വിഭാഗമാണ്. മറുഭാഗത്താണെങ്കിലോ വെള്ളാപ്പള്ളി ലീഗിനെതിരെ പ്രസംഗിച്ച് നടക്കുന്ന ആളാണ്. ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചേരണ്ട എന്ന് സുകുമാരൻ നായർ തീരുമാനിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവരുടെ തീരുമാനമല്ല, ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള സമുദായത്തിൽപ്പെട്ട ആളുകൾ തീരുമാനിക്കുന്നത് അങ്ങനെയല്ല. അവർ തമ്മിൽ ഐക്യമുണ്ട്. ഇനി ഹിന്ദു ഐക്യം ഇവരായിട്ട് ഉണ്ടാക്കേണ്ട കാര്യം അല്ലാണ്ട് ഹിന്ദുക്കൾ ഇപ്പോൾ ഐക്യപ്പെട്ട് കഴിഞ്ഞു. കാരണം ഇരു മുന്നണിയിൽ നിന്നും വഞ്ചനയും ചതിയും അനുഭവത്തിന് അവർ ഐക്യപ്പെട്ട് കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചുള്ള പ്രതികരണം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.